ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. സിനിമാ മേഖല പൊതുവെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയം, തുടരും പോലെയുള്ള മലയാളത്തിൽ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു പാൻ ഇന്ത്യൻ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ ചർച്ചയാകുന്ന ഒരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ ജനനായകൻ എന്ന് പറയുന്ന സാക്ഷാൽ തളപതി വിജയുടെ പടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ആളുകൾക്ക് യാതൊരു കൂസലുമില്ല. ഫാൻസിന് പോലും അത് വലിയ പ്രതീക്ഷയില്ലാത്ത പോലെ കുറെ ആളുകൾക്ക് ഇങ്ങനെ രസമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ആഘോഷം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ അല്ലെങ്കിൽ 12 മണിക്ക് ബർത്ത്ഡേ പ്രമാണിച്ച് ഫസ്റ്റ് റോർ എന്ന് പറഞ്ഞിട്ടുള്ള ജനനായകത്തിന്റെ ടീസർ പുറത്തുവിട്ടത്. കളിമാറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുൾ ചർച്ച ചെയ്താണ്. ഇപ്പോ കുറച്ചു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നോക്കുമ്പോൾ 1,14,49,000 വ്യൂ ആണ് കിടക്കുന്നത്. എത്ര മില്യൺ വ്യൂവിലേക്കാണ് ഇത് പോവുക എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് ഏറ്റവും ചൂടോടെയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ട് വരുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമയുടെ എന്താ പറയാ തല വരെയും ഒറ്റയടിക്ക് മാറി എന്നുള്ളതാണ്. ഒരൊറ്റ ബർത്ത്ഡേ, ഒരൊറ്റ പേര്, തളപതി വിജയ്. ബിക്കോസ് ആ സിനിമയുടെ പോസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് പോസ്റ്റർ. അതായത് ഒരു താറാണോ ഏതോ ജീപ്പാന്ന് എനിക്കറിയില്ല. അവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരൻ ബോണറ്റിൽ ഇരുന്നിട്ടൊരു ഫോട്ടോ വന്നിരുന്നത് അത് തന്നെയാണ് സാധനം. എന്നിട്ട് അവിടെ ഒരൊറ്റ സാധനം നമുക്ക് നോക്കാൻ തോന്നുന്നുള്ളൂ, ഹാപ്പി ബർത്ത്ഡേ തളപതി വിജയ് എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അതിന് താഴെ എഴുതിയിട്ടുണ്ട്, എ ട്രീറ്റ് ടു ഓൾ തളപതി വിജയ് ഫാൻസ് ഔട്ട് ദിയർ, ജസ്റ്റ് ലൈക്ക് അവർ അണ്ണൻ. നമ്മുടെ അണ്ണനെ പോലെ തന്നെ എന്നാണ് പറഞ്ഞത്. കാത്തിരിക്കാനൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കമന്റുകൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്. വിജയണ്ണൻ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കലക്കും, ഇത് ഉറപ്പാണ്. വിജയണ്ണൻ ക്യാമിയോ റോളിൽ ഉണ്ടോ? വിജയണ്ണന്റെ ക്യാമിയോ റോൾ പ്രതീക്ഷിക്കുന്നവർ അവനൊരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്. ഒരു വലിയ സിഗ്നൽ. ഈ വർഷം ഇതിനു മുകളിൽ ഹൈപ്പുള്ള ഒരു മലയാളം സിനിമ ഇനി വേറെ വരില്ല. സത്യമാണ്. കാരണം വിജയ് ഉണ്ടോ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഹൈപ്പ് കൂടി, ഒരൊറ്റ അടിക്കാണ് കൂടിയിട്ടുള്ളത്. ജൂലൈ പകുതിയിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യും. ദിലീപേട്ടന്റെ ഭാഗ്യ ദിവസമായ ജൂലൈ 4-ന് സിനിമയുടെ പ്രധാന അപ്ഡേറ്റ് പുറത്തുവിടും. മേ ബി ജൂലൈ 4-ന് വരാനിരിക്കുന്ന അപ്ഡേറ്റും ഇത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഒന്നെങ്കിൽ ലാലേട്ടൻ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ വിജയ് ഉണ്ടെന്നുള്ളത്. വിജയ് ഉണ്ടെന്നുള്ളത് ഒരു ചെറിയ പുകമറ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്നത് പറയാതിരിക്കാൻ നല്ലത്. ആരും ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇങ്ങനെ വരും. പിന്നെ പൂജ റിലീസ് ആയിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. ചിലപ്പോൾ ഓണത്തിന് പ്രതീക്ഷിക്കാം. ദിലീപേട്ടൻ ഫാൻസ് പ്ലസ് ലാലേട്ടൻ ഫാൻസ് പ്ലസ് വിജയ് ഫാൻസ് സംഭവം കളറാക്കാൻ ഒരുങ്ങിക്കോ. ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? ദിലീപേട്ടൻ ഫാൻസ് ഒരു ഭാഗത്ത്, ഓക്കെ, അത് നായകനായിട്ട് വരുന്ന സിനിമയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവിടെ നിൽക്കട്ടെ, അത് നായകനാണല്ലോ. അപ്പൊ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകൾ എന്തായാലും പടം കാണും, അവിടെ നിൽക്കട്ടെ. ബട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്, ലാലേട്ടൻ ഫാൻസ് ക്യാമിയോയിൽ ലാലേട്ടൻ വന്നാൽ അതെന്തായിരിക്കും? വൻ ഫാൻസ് ആണത്. തകർക്കാൻ പറ്റാത്ത ഒരു ഒരു വൻ മതിലാണ് ലാലേട്ടൻ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. വിജയ് വരുന്നോട് ഇത് പാൻഡൻ റീച്ച് ഒരൊറ്റടി കയറി. അതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? ബബ്ബ എന്ന് പറയുന്ന ദിലീപേട്ടന്റെ സിനിമ പോകുന്നത് വേറെ ലെവലിലേക്കാണ്. ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകൾ. കാരണം ഈ പറഞ്ഞ പോലെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഇനി കുറച്ച് പോസ്റ്റേഴ്സ് നമുക്ക് പറയാനുള്ളത്, അത് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒന്ന്. ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ഓഫ്കോഴ്സ് ഒരു തളപതി സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ ചവിട്ടി തേക്കാനും ചവിട്ടി താത്താനും കുറ്റം പറയാനും നെഗറ്റീവ് പറഞ്ഞു വരുത്താനും ഒരുപാട് പേരുണ്ടാവും. അത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ലിയോ ആണെങ്കിലും അതിന് മുമ്പുള്ള സിനിമയാണെങ്കിലും കുറെ കാലങ്ങൾ ഇത് ശീലായി പോയി. കാരണം ഒരു വലിയ ഫാൻ ബേസ് ഉള്ള വലിയൊരാൾ വരുമ്പോൾ ചവിട്ടി എത്താൻ കുറെ ആൾക്കാരുണ്ട്. അത് നമ്മൾ കാര്യമാക്കുന്നില്ല. ഒന്ന് പോസ്റ്റർ ഇതാണ്. ഇത് ആക്ടർ വിജയ്, നമ്മുടെ തളപതി തന്നെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. January 9, 2026 വേൾഡ് വൈഡ് പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ലുക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല. പോലീസുകാരനാണോ എന്നൊരു റൂമർ കേട്ടു, നല്ലൊരു സ്ട്രോങ് റൂമർ ആയിട്ട് പോലും പറയാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞത് MLA ആയിട്ട് വരുന്നു, MP ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ട് വരുന്നു, അങ്ങനത്തെ രീതിയിലുള്ള റോളാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആണെന്നൊക്കെ ആയിരുന്നു. കയ്യിൽ മറ്റേ വാരിയർ യൂസ് ചെയ്യണ നിഞ്ച ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ബ്ലേഡാണ് കയ്യിലുള്ളത്. അതിന്റെ ലുക്ക് നോക്കി നിങ്ങൾ, എന്ത് ജാതി ലുക്കാണ്, കിഡിലൻസ് ആണ്. ഇനി നെഗറ്റീവ് എന്താ ഞാൻ കുറച്ചായിട്ട് പറയാം. ഇതല്ലാതെ കുറച്ച് പോസ്റ്റേഴ്സ് വന്നിട്ടുള്ളത് ഫാൻ മെയ്ഡ് അടക്കമുണ്ട്. ഇതാണ് ഒരു പോസ്റ്റർ, KVN പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് January 9, 2026 പൊങ്കൽ 2026 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഈ ഒരു പോസ്റ്റർ. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ തെരി എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു സീൻ കുറച്ച് മേക്ക് ചെയ്തിട്ട് കൊടുത്ത സാധനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതല്ലാതെ പോസ്റ്റർ ഇതാണ്. ഇത് കിഡിലൻ പോസ്റ്ററാ. ആ കയ്യിലുള്ള എന്താ സാധനം, മറ്റേ പാഴുന്നൊരു കത്തി. പോസ്റ്റേഴ്സ് ഒക്കെ ഇത് ഫാൻ മെയ്ഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒറിജിനൽ വന്നിട്ടുള്ളത് നമ്മുടെ വിജയൻ ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. ഇനി നിങ്ങൾ ഇതിന്റെ താഴെ വന്നുള്ള കുറച്ച് കമന്റുകൾ നിങ്ങൾ നോക്കണം. ഇത് എന്റെ വീടിന്റെ താഴെ വന്നുള്ള കുറച്ച് സംഭവങ്ങളാണ്. വിജയ് ഫാനാണ് ഞാനും, അതുകൊണ്ട് 12 മണിയാവാൻ കാത്തിരുന്നു. എന്നാലും താടി വെച്ച പോലീസ് സിനിമയിൽ ഇത് ലോജിക്ക് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.
അതുപോലെ വന്നിട്ടുള്ള കുറച്ച് ഇത് പോലീസുകാരൻ താടി വെക്കാൻ പറ്റുമോ, അതുപോലെ എന്തെങ്കിലും റീസൺ ഇല്ലാതെ വരില്ല, ഡയറക്ഷൻ മണ്ടൊന്നുമല്ലോ താടി വെക്കാനുള്ള കാരണം. അതുപോലെ ഇവിടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ് അങ്ങനെയാണ് ഫുൾ. ഇപ്പൊ നെഗറ്റീവ് വരുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരൻ താടി വെക്കാൻ പറ്റും, ഇതാണ് ചോദ്യം. എന്താണ് ഇതൊരു ലോജിക്കൽ? അത് സീരം വിജയ് സിനിമ പോലെ തന്നെ പോലീസുകാരനാണ് മീശം പിച്ചിട്ട് താടിയും വെച്ചിട്ട് എന്ത് പോലീസ്, ഇത് ഇയാള് മാറൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമന്റിന്റെ മറുപടി ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ എന്റെ കമന്റിൽ വന്നിട്ടുള്ളത് നോർമലി അയാളെ വിഷം പറഞ്ഞു, പക്ഷെ ഇത് വലിയ രീതിയിൽ എന്താ പറയാ നെഗറ്റീവായിട്ട് പറയുന്ന കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ താഴെ തന്നെ വന്നിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ കാണിച്ചത്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും. ഈ കമന്റ് തന്നെയാണ് കേട്ടോ, കമന്റിൽ മറുപടി കൊടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇതാണ്, ഒരു കലാപം നടക്കുന്ന സ്ഥലത്താണ് വിജയ് പോലീസ് യൂണിഫോം ഇട്ട് വരുന്നത്. ചിലപ്പോൾ സസ്പെൻഷനിൽ ഇരിക്കുന്ന പോലീസ് ഓഫീസർ നാട്ടിലൊരു കലാപം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ചാർജ് എടുത്തതായിരിക്കാം. 2, സസ്പെൻഷനിൽ ഇരുന്ന് പോലീസ് ഓഫീസർ സ്ഥലം മാറി വരുമ്പോൾ അവിടെ കലാപം നടക്കുന്നു, പെട്ടെന്ന് പോലീസ് യൂണിഫോം ഇട്ട് കലാപം നിയന്ത്രിക്കാൻ വന്നുകൂടി ആയിരിക്കാം. അങ്ങനെ ഒരുപാട് റീസൺസ് പറയാം എന്നുള്ളതാണ് ഒന്ന്. ഇനി ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പറ്റും, അതായത് ശബരിമല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പറ്റും, മരണം ഉണ്ടെങ്കിലും പറ്റും, സിനിമയിൽ ലോജിക്കലി കാണിച്ചാൽ മതിയായിരുന്നു, ലുക്ക് BGM എല്ലാം പൊളിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് താടി വെക്കാനുള്ള നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അത് അലോ ചെയ്യുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ടീസറാണ് തന്നിട്ടുള്ളത്. ഈ ടീസർ എന്ന് പറയുന്നത് ഈ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ ഒരു തരത്തിലും വലിയ പ്രതീക്ഷകളില്ലാതെ അത്ര ഡൈഹാർഡ് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ, അത് എന്തുവന്നാലും വേണ്ടില്ല വിജയ് അണ്ണൻ എന്ന് പറഞ്ഞ് മരിക്കാൻ നിൽക്കുന്ന, സിനിമ നിർത്തുന്ന ആലോചിക്കുമ്പോൾ സങ്കടപ്പെട്ടിരുന്ന അങ്ങനത്തെ ആളുകൾ മാത്രമാണ് ഇതിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ സ്ലീപ്പർ സെൽസ് വരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലെ ഉറങ്ങിക്കിടന്ന വിജയ് ഫാൻസ് അടക്കം ത്രില്ലടിച്ച് വൻ പരിപാടിയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ അപ്ഡേറ്റും വല്ലാത്ത രീതിയിലൊന്നും ബാധിക്കാതെ സിനിമ ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇത് കയറില് ജസ്റ്റ് ആ ഒരു ടീസറിന്റെ വ്യൂ എടുത്തു നോക്കി കഴിഞ്ഞാൽ, അതിൽ വന്ന കമന്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ, എന്റെ ഷെയർ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ എത്തിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ആ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ട്രൂലി അൺഎക്സ്പെക്റ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് തന്നിട്ടുള്ളത്. അതിന്റെ ലുക്ക്, സ്റ്റൈല്, സ്വാഗ്, മ്യൂസിക്, അനിരുദ്ധ് കാണിച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ സ്ക്രീൻ പ്രസൻസ്, ഓരോ ഷോട്ടുകൾ, ഫ്രെയിം എല്ലാം 1 by 1 കിടിലൻ സാധനം. ഒരു പക്ക ട്രീറ്റ് ആണ് വിനോദ് തരുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ടീസറാണ് നിലവിൽ നമുക്ക് തന്നിട്ടുള്ളത്. സിനിമ എന്തോ ആയിക്കോട്ടെ, സിനിമയിൽ വരുന്നത് എന്തോ ആട്ടെ, കിട്ടിയിട്ടുള്ള സാധനം തീയാണ്. അതിനെ കുറ്റം പറയാൻ നടക്കുന്ന ആളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഒന്ന് ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിൽക്കുന്നത്, നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് തലപതി വിജയ് എന്ന് പറയുന്ന ഒരു വൻ മരമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര നെഗറ്റീവ് പടമാണെങ്കിലും പടം ഇറങ്ങിയ ലാഭം ഉണ്ടാക്കാൻ കഴിവുള്ള, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ നടന്മാരിൽ ഏറ്റവും കഴിവുള്ള നടന്മാർ, അതായത് നെഗറ്റീവ് റിവ്യൂ വന്നാൽ പോലും മുതൽ മുടക്ക് പിടിക്കാൻ വെച്ചിട്ടുള്ള ഒരു നടനാണ് വിജയ്. അത് നിങ്ങൾ ആലോചിക്കണം. ആൻഡ് ഫാൻ പവർ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ തമിഴിലോ മലയാളത്തിലോ ഹിന്ദിയിലൊക്കെ എടുത്താലും ഇമാതിരി ഫാൻ പവർ ഉള്ളതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിന്റെ ഒരുപാട് ഉദാഹരണം നമുക്കറിയാം. ഒരു ഓഡിയോ ലോഞ്ച് വെച്ചാൽ എന്താ നടക്കുന്നത്, ഇപ്പൊ ജനനായകത്തെ എങ്ങനെ വല്ല ഓഡിയോ ലോഞ്ച് വെച്ചാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നുള്ളത് കണ്ടറിയുന്നേ വേണം. സോ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ബബ്ബ അതിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ, ബബ്ബ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമയുടെ ലിസ്റ്റിലേക്ക് ഒരൊറ്റടിക്ക് ഈ ബബ്ബ എന്ന് പറഞ്ഞ സിനിമ കയറും. അത്രയും എന്താ പറയാ, എന്തോ ഒരു വേർഡ് പറയാലോ, ആ കാത്തിരിപ്പ് എന്തോ പറയാലോ, മോസ്റ്റ് എന്തോ സംഭവം, ആ പടം ബബ്ബായിട്ട് മാറുന്നതാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സന്തോഷവാനാണ് ഈ സിനിമയുടെ അപ്ഡേറ്റ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ.